ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുമെന്നാണ്. അപ്പോൾ അതിനായി ആദ്യം ചെയ്യേണ്ടത്, നന്നായിട്ട് പാൻ ചൂടാക്കുക. അത് കഴിഞ്ഞ് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. അത് കഴിഞ്ഞ് കരിയാപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കുക. അതെ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മറ്റേ കരിഞ്ഞൊന്നും പോയേക്കരുത്. അത് മൂത്ത് വന്നിട്ടുണ്ടോ, എന്നിട്ട് അതിനകത്തേക്ക് അച്ചാർ പൊടി ഇടുക. ആവശ്യത്തിന് അച്ചാർ പൊടി ഇടുക. പിന്നെ അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വേണ്ട മുളക് പൊടി ഇട്ട് അത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ അങ്ങ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട അച്ചാർ പൊടി അതിൻ്റെ അകത്തേക്ക് ഇടാം, ആവശ്യത്തിന്. പിന്നെ അതിന് ശേഷം ഉപ്പ് തിരുമ്മി വെച്ച മാങ്ങ അതിൻ്റെ അകത്തേക്ക് ഇടുക. നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇത് നന്നായിട്ട് അങ്ങ് ഇളക്കുക. മസാലയൊക്കെ നന്നായിട്ട് ചേർത്ത് ഇളക്കുക. നല്ല മണം നമ്മുടെ മൂക്കിലേക്ക്. മമ്മി എൻ്റെ വായിലേക്ക് മാങ്ങ വായിലേക്ക് വെച്ച് തരുവാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മമ്മി നന്നായിട്ട് ഇളക്കി അതിൻ്റെ മണം ഇങ്ങനെ മൂക്കിലേക്ക് കയറി വരുന്നു. അതിൻ്റെ ആ മസാല പറ്റി നന്നായിട്ട് ഇതായി വരുന്നത് നിങ്ങൾ കണ്ടോ, മിക്സായി വരുന്നുണ്ടോ? ലോ ഫ്ലെയിമിലിട്ട് വേണം മാങ്ങ ഇതാക്കാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ വളരെ സാധ്യത കൂടുതലാണ്. പിന്നെ അതിന് ശേഷം വിനാഗിരി ഒഴിക്കുക. ആവശ്യത്തിന് വേണ്ട, നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രമായിട്ടുള്ള വിനാഗിരി മാത്രമായിട്ടങ്ങ് ഒഴിക്കുക കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അത് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം വിനാഗിരി ഒഴിച്ച് ഇളക്കി കൊടുക്കാൻ കേട്ടോ. ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. നന്നായിട്ട് അതങ്ങ് ഇളക്കി കൊടുക്കാം. മസാല അങ്ങ് പിടിച്ച് വരുന്നവരെ അങ്ങ് ഇളക്കുക. വിനാഗിരിൻ്റെ സ്വാദ് വരാൻ നന്നായിട്ട് ഇളക്കണം. ഫോണിനകത്ത് കാണുന്ന പോലെ കളർ ഉണ്ടാവില്ല, പക്ഷെ നേരിട്ട് നല്ല അടിപൊളി കളർ, നല്ല അടിപൊളി ടേസ്റ്റ്. വായി വെക്കുമ്പോഴേ അലിഞ്ഞു പോകും. ഒരു ചോറ് ഉരുളയ്ക്ക് ഇത്തിരി മാങ്ങാച്ചാർ മാത്രം മതി, നമ്മൾ വയറ് നിറയെ ചോറിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് കടുവ, ഉലുവ് അതിങ്ങനെ വറുത്തെടുത്ത് പൊടിച്ചതാണ്. അത് ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാലയെല്ലാം ഇങ്ങനെ പിടിച്ച് വരുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. നന്നായിട്ട് ഇതങ്ങ് ഇളക്കി കൊടുക്കുക. പിടിച്ച് വരാൻ വേണ്ടി നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. അടി പറ്റാതെ സൂക്ഷിക്കണം. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മാസ്റ്റർ ഷെഫ് മമ്മിയാണല്ലേ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മാങ്ങാച്ചാർ ആയിട്ടുണ്ട്, ഏകദേശം ഒരു പരുവായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ഉപ്പ് വയ്ക്കുക. നിങ്ങൾക്ക് വേണ്ട ആവശ്യത്തിന് ഉപ്പ് വയ്ക്കുക. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അത് മൊത്തം പുളിയാക്കരുത്. നന്നായിട്ട് നമ്മൾ വേണമെങ്കിൽ കുറച്ച് വിനാഗിരി എടുക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും വിനാഗിരി നിങ്ങൾ തന്നെ ടേസ്റ്റ് ഫ്ലേവർ വരുന്നില്ലേ, നിങ്ങൾ കുറച്ചും കൂടെ വിനാഗിരി ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് നമ്മൾ വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. അടി പറ്റാതെ കരിയാതിരിക്കും. പിന്നെ അതിൻ്റെ സ്വാദ് മുകളിലേക്ക് പൊങ്ങ. ഹൈ ഫ്ലെയിമിൽ ഇട്ടൊന്ന് ഇതാക്കുക കേട്ടോ, വേവിക്കുക പെട്ടെന്ന്. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇത്. അങ്ങനെ നമ്മുടെ മാങ്ങാച്ചാർ ഏകദേശമായിരിക്കുന്നു. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ നാത്തൂൻ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതാണ് എൻ്റെ മമ്മി, മാസ്റ്റർ ഷെഫ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങൾ ഈ മാങ്ങാച്ചാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.